ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വാർത്താപ്പകൽ കൂടി എരിഞ്ഞടങ്ങുമ്പോൾ നമുക്ക് പ്രൈം ടൈമിൽ പരിശോധിക്കാൻ വാർത്തകൾ ഏറെയാണ്. അതേപോലെ ഇന്നാണ് നമ്മുടെ തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കളുടെ ചില നിയമാവലികൾ നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ വിചിത്രമായി തോന്നുന്ന ചില നിയമങ്ങൾ ഈ തിരുട്ട് ഗ്രാമത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഭീതി പടർത്തിയ ഇവർ രാത്രികാലങ്ങളിൽ കേരളത്തിൽ ചുറ്റി തിരിയുമ്പോൾ ഈ നിയമാവലികൾ അവർ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാവും? പ്രൈം ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ റിവർ റാഫ്റ്റിങ്ങിനിടെ മലയാളി യുവാവിനെ കാണാതായി എന്ന വാർത്ത. ഡൽഹിയിൽ താമസിക്കുന്ന തൃശ്ശൂരിലെ ആകാശിനെയാണ് കാണാതായത്. രക്ഷാപ്രവർത്തനം ഊർജിതമല്ലെന്ന ആക്ഷേപത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്കും കൊടിക്കുന്നിൽ സുരേഷ് MP ഒരു കത്ത് കൊടുത്തു. NDRF അടക്കമുള്ള ദുരന്ത നിവാരണ സേനയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു. 24 വാർത്തയെ തുടർന്നാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഇടപെടൽ. അച്യുതൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് ഉണ്ടായത്? ഈ സംഭവത്തിൽ കൊടിക്കുന്നിലിന്റെ ഇടപെടൽ എങ്ങനെ? ഇന്ന് രാവിലെയോട് കൂടിയാണ് ഉത്തരാഖണ്ഡ് ഋഷികേശിൽ റാഫ്റ്റിംഗ് നടത്തുന്നതിനിടെ ആകാശ് എന്ന യുവാവിനെ കാണാതെയാകുന്നത്. ഇവിടുത്തെ ഡൽഹിയിലെ തന്നെ ഗുരുഗ്രാമിലെ ഓഫീസിലായിരുന്നു ആകാശ് പ്രവർത്തിച്ചിരുന്നത്. ആ ഓഫീസിലെ സഹപ്രവർത്തകരുമായാണ് ആകാശ് അവിടേക്ക് പോയതും ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും. ആകാശിൻ്റെ സ്വദേശം തൃശ്ശൂരാണ്, പക്ഷേ നിലവിൽ ഡൽഹിയിലാണ് ആകാശ് താമസിക്കുന്നത്. എന്തായാലും ഉയരുന്ന ഒരു ആക്ഷേപം എന്നുള്ളത് ഈ തെരച്ചിൽ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. നിലവിൽ SDRFിൻ്റെയും അവിടുത്തെ പോലീസിൻ്റെയും സംയുക്ത പ്രയത്നത്തിലാണ് തെരച്ചിൽ നടന്നത്. പക്ഷേ വൈകിട്ടോടുകൂടി ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇതിൽ SDRF വിശദീകരിച്ചത് ഈ പ്രതികൂല കാലാവസ്ഥ മൂലമാണ് ഈ നിലവിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതെന്നും നാളെ അത് പുനരാരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഈ അടിയന്തരമായി ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ ഡൽഹിയിലെ സാംസ്കാരിക സംഘടന ജനസംസ്കൃതി മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരുമായി ഒരു ഏകോപനം നടത്തി ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിൽ അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില MP-മാരുമായും ബന്ധപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമ്മുടെ വാർത്തയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുൾപ്പെടെ കത്തയച്ചതായുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുന്നതും അതിലൊരു കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലുമാണ് ഇപ്പോൾ MP-മാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ സുരേഷ് MP വിളിച്ചെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിനോട് എന്തെങ്കിലും റിപ്ലൈ പറഞ്ഞതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി അങ്ങനെ ആരെങ്കിലും? ഇതുവരെയും അത്തരത്തിലൊരു മറുപടി കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് ലഭിച്ചതായുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്കുമാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കി ഈ ആകാശിനെ കണ്ടെത്താനുള്ള ഈ പ്രവർത്തനങ്ങൾ അത് എത്രയും വേഗം ത്വരിതപ്പെടുത്തുക എന്നൊരു ആവശ്യമാണ് കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിന്മേലുള്ള ഒരു മറുപടി ഉറപ്പായും MPക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റ് MP-മാരെ, അതായത് V ശിവദാസൻ അതുപോലെ തന്നെ A റഹീം ഉൾപ്പെടെയുള്ള MP-മാരെയും ഈ വിഷയം അറിയിച്ചതായി ഈ ഡൽഹിയിലെ സാംസ്കാരിക സംഘടനകളും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇഴഞ്ഞുപോക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. മാത്രമല്ല ഇന്ന് വൈകിട്ടോടുകൂടി തെരച്ചിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അത് നല്ലതല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടനടി തന്നെ ഇതിലൊരു പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് എസ്കെൻ. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഫെവിൻ ഫറൂഖ് ചോദിക്കുന്നു, എസ്കെൻ എനിക്കൊരാഗ്രഹം, എസ്കെൻ ഓണയറിൽ കയറുമ്പം ക്യാമറയും കൂടെ കയറണം. അതെന്തിനപ്പം അങ്ങനെ? അപ്പോൾ എന്താ ഇങ്ങനൊരു ആഗ്രഹം തോന്നാൻ കാര്യം? ക്യാമറയുടെ കൂടെ കയറിയിട്ടല്ലേ നമ്മളെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഫെവിൻ ഫറൂഖ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല.
മറ്റൊരു വാർത്തയിലേക്ക്, സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതായി സൂചന. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിർദ്ദേശം കൊടുത്തു. നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ BMW കാർ ഉടമകളും പെൻഷൻ വാങ്ങിയതായി കണ്ടെത്തി. കോട്ടക്കൽ നഗരസഭ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്നായിരുന്നു കണ്ടെത്തൽ. വീടുകളിൽ AC സൗകര്യമുള്ളവരും സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി. വാർത്ത പുറത്തുവന്നത് രാഷ്ട്രീയ താൽപര്യമെന്ന് കൗൺസിലർ ഗോപിനാഥ്. സാധാരണ നിലയ്ക്ക് ആ സമയത്ത് ഈ 32 വാർഡിലായിട്ട് 7-ാം വാർഡിൽ മാത്രം സൈലന്റ് ചെക്കിങ് വന്നപ്പോൾ നമുക്ക് ആലോചിച്ചൂടെ? രാഷ്ട്രീയപരമായിട്ടുള്ള പരാതിയാണ്, അതൊന്നും വിഷയമല്ല. ദുർബല ജനവിഭാഗത്തിന്റെ പണം നല്ല ശമ്പളം വാങ്ങുന്നവർ തട്ടിയെടുക്കുന്നത് അപമാനകരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച 1458 ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നല്ല വരുമാനവും ശമ്പളവും എല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ്. സർക്കാർ ജീവനക്കാർ മുഴുവൻ സംശയനിഴലിലല്ലെന്ന് പറഞ്ഞ ധനമന്ത്രി അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ പേരുകൾ പുറത്തുവിടാത്തതിനെ ന്യായീകരിച്ചു. തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക, അതിന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് വിവരം. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് CAG 2023 റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്, ജനങ്ങളെ വലച്ച കൂട്ട അവധി. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ട അവധിയിൽ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. ജീവനക്കാർ ചട്ടപ്രകാരമാണ് അവധി അപേക്ഷ നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അടിയന്തര അവധി എടുത്തതെന്ന് ജീവനക്കാർ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. AB ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഈ കൂട്ട അവധി എടുത്തത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായ ഒരു സമ്മർദ്ദ തന്ത്രമായി നമുക്ക് കാണാൻ കഴിയുമോ? SKN കൃത്യമായി പ്രതിഷേധങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ വില്ലേജ് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് അവധിയെടുത്തത്. ഇതുമൂലം ഇവിടെ എത്തിയ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. പല സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനും പല അത്യാവശ്യ റവന്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് രാവിലെ മുതൽ ആളുകൾ എത്തിയത്. നമ്മൾ ആ ഘട്ടം മുതൽ ഈ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു, ഈ വാർത്ത നൽകിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ട തഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ, ഈ ജീവനക്കാർ അവധിയെടുത്തത് ചട്ടപ്രകാരമായിരുന്നു. അവധി അപേക്ഷയിൽ ജീവനക്കാർ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി, തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ജോലിഭാരവും ബാഹ്യമായ ഇടപെടലുകളുമാണ് ഇത്തരത്തിലൊരു അവധിയിലേക്ക്, ഇതുമൂലമാണ് ഒരു അവധി വേണമെന്നൊരു ആവശ്യമാണ് മുഴുവൻ ജീവനക്കാരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ ഈ ഓഫീസിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഈ തഹസിൽദാർക്ക് തന്നെയാണ് ഈ ജീവനക്കാർ പരാതി നൽകിയത്. ഈ പരാതിയിൽ ചില ആളുകൾ ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കി, വാക്കുതർക്കമുണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. മറ്റു തരത്തിൽ ഓഫീസിൽ ആളുകൾ മർദ്ദിച്ചെന്നോ മറ്റു തരത്തിലുള്ള ജോലി ഔദ്യോഗിക കൃത്യങ്ങൾ തടസ്സപ്പെടുത്തിയോ അത്തരം ഗുരുതര പരാമർശങ്ങളൊന്നും ഈ ജീവനക്കാർ നൽകിയ തഹസിൽദാർക്ക് നൽകിയ പരാതിയിലില്ല. ഒപ്പം തന്നെ സംഭവ സ്ഥലത്ത് പ്രശ്നമുണ്ടായ ഉടനെ നാട്ടുകാരും മറ്റും വിളിച്ച പേട്ട പോലീസ് എത്തിയിരുന്നു. പക്ഷേ ഈ ജീവനക്കാർ പേട്ട പോലീസിന് ഇതുവരെ ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച് പോലീസുമായി നമ്മൾ ആശയവിനിമയം നടത്തി. ആ ഘട്ടത്തിൽ പോലും ജീവനക്കാർ ജോലി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പോലും ആർക്കെതിരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല. അങ്ങനെ അനാവശ്യമായി സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ജീവനക്കാർ തങ്ങളുടെ പ്രതിഷേധം ഇന്ന് കാണിച്ചപ്പോൾ വലഞ്ഞത് ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്. ഇതിനെതിരെ കൃത്യമായ നടപടി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് ഏറെക്കുറെ ജീവനക്കാരുടെ ഭാഗം മാത്രം പറയുന്നതാണ്. ജീവനക്കാർ നൽകിയ അവധി അപേക്ഷ ഉൾപ്പെടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തഹസിൽദാർ നിലവിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്മേൽ തുടർ നടപടികൾ എടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ജീവനക്കാരുടെ ഉൾപ്പെടെ ഇതിൽ മറ്റ് നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഓഫീസ് ഒരു ദിവസം മുഴുവൻ ജീവനക്കാരില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുക, അവിടെ മറ്റൊരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു, ഈ ഉദ്യോഗസ്ഥന് അവിടെ വരുന്ന പേപ്പറുകൾ വാങ്ങിവെക്കാനും ഇവിടെ ആളില്ലെന്ന് ആളുകളടുത്ത് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഓഫീസിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നു, അവിടെ ഒരാളുണ്ടായിരുന്നു, പക്ഷേ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ ചെയറുകളും ഓഫീസിൽ ഒപ്പിടേണ്ട ചുമതലയുള്ള ആളുകളുടെ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ എല്ലാ ചെയറുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി നൽകുന്ന പൊതുജനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഒരു സേവനങ്ങളും കടകംപള്ളി വില്ലേജ്
വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചില്ല. ഈ ഉദ്യോഗസ്ഥർ എന്ത് ന്യായീകരണം പറഞ്ഞാലും, എന്ത് പ്രതിഷേധമാണെങ്കിലും, ജനാധിപത്യത്തിൽ പ്രതിഷേധം നല്ലത് തന്നെയാണ്, ആവശ്യമുള്ളതാണ്. പക്ഷേ അവരെന്ത് പ്രതിഷേധം ആണെന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഇന്ന് പൂർണ്ണമായി മുടങ്ങി എന്ന് തന്നെ പറയാം. SKN. താങ്ക് യു. AV ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്നത്. വിശ്വനാഥൻ പറയുന്നത് ഈ സാമൂഹിക സുരക്ഷാ തട്ടിപ്പിനകത്ത് നമ്മുടെ 24 തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ വാർത്താ ദുരന്തന്മാർ ഇതിനകത്തൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ സമിതികളെ നിയോഗിച്ചതായും പുനഃസംഘടന അനിവാര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. The CWC also acknowledged the party performance in Haryana has been contrary to all expectations. Very simply, INC should have formed the government in the state by a convincing margin, but it didn't. But there have been electoral malpractices that have influenced the result in the state, which have been overlooked. The CWC also accepted that the party performance, as indeed that of its MV allies in Maharashtra, has been inexplicable and is in fact shocking. The electoral outcome is beyond normal understanding. It appears to be a clear case of targeted manipulation. CWC expresses its hope and confidence that the Congress President will complete the detailed state-wise review soon and take the necessary follow-up action. വിനീത VG ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, നമസ്കാരം. പറയൂ വിനീത, എന്തൊക്കെയാണ് നമുക്ക് AICC ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? SKN, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതേ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നുവെങ്കിലും ഒരു കടുത്ത പരാജയത്തിലേക്കടക്കം പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ പ്രവർത്തക സമിതി യോഗം ഡൽഹി AICC ആസ്ഥാനത്ത് ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില രൂക്ഷ വിമർശനങ്ങളൊക്കെ അടക്കം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞൊരു കാര്യം, ഈ മാറ്റങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് ഈ ചില മാറ്റങ്ങൾ കൂടി കൊണ്ടുവരേണ്ടി വരുമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് അത് കണക്ക് കൂട്ടലുകളെ അപ്പാടെ തെറ്റിച്ചുവെന്നും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഈ CWCയുടെ ഈ സമിതി യോഗത്തിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അതിൽ KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിന് വേണ്ടി പ്രത്യേകം സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ക്രമക്കേട് നടന്നുവെന്നാണ് പറയുന്നത്. ഇന്ന് കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട്. ഈ പുനഃസംഘടന അനിവാര്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുക. അത് മല്ലികാർജ്ജുൻ ഖാർഗെയും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു മാറ്റം അത് വേണ്ടതാണെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പുനഃസംഘടനയ്ക്കടക്കം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അത് പാർട്ടിക്ക് വലിയ ഉണർവായെന്നും കരുതുന്നുണ്ട്. പക്ഷേ അതേസമയം ഏറെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന ഹരിയാനയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നതെങ്കിലും അതും പരാജയത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. ഇതിന് പിന്നെ ഒരു വലിയ അട്ടിമറി ഉണ്ടെന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. വിശ്വനാഥൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, സാമൂഹിക സുരക്ഷാ പെൻഷനിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സാമൂഹിക സുരക്ഷാ പെൻഷനിലെ തട്ടിപ്പിൻ്റെ വാർത്ത 24 തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ ആളുകളുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. തിരൂർ സതീഷിൻ്റെ മൊഴി അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു 24ലൂടെ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത്.
BJP ഓഫീസിൽ 4 ചാക്കുകെട്ടിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. SIT സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും 24-ൽ നടത്തിയ വെളിപ്പെടുത്തലിന് പുറമെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. നമ്മൾക്ക് ഈ കള്ളപ്പണം സൂക്ഷിക്കാനായിട്ട് ഒരു അധികാരമില്ല, ആർക്കും അധികാരമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കള്ളപ്പണം അവിടെ സൂക്ഷിച്ചത്, ആ പണം എന്ത് ചെയ്തു, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നാളെ പോലീസിനോട് മൊഴിയായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോലീസ് നിശ്ചയിക്കും അത് ഏത് രീതിയിലാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ടാണ് സാക്ഷിയും പ്രതികളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുക. അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും. തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക. 24 തൃശൂർ. റജി വീട്ടി പറയുന്നു 24 വാർത്തയുടെ സംവാദത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു, 5.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ വെറും 1458 ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. കാര്യം 5 ലക്ഷത്തിൽ 1458 പേർക്ക് തട്ടിപ്പ് നടത്താമോ എന്ന ചോദ്യമാണ് നമ്മുടെ റജി വീട്ടി ചോദിക്കുന്നത്. ന്യായമായൊരു ചോദ്യമാണ്. ഇനി വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നേരിട്ട് തത്സമയം ചേരുകയാണ്. സ്പോട്ട് ലൈവ്. ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടാനിരിക്കെ നിർദ്ദേശങ്ങളുമായി തമിഴ്നാട് സർക്കാർ രംഗത്ത് വന്നു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. IT കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അനാവശ്യമായി വീട്ടിൽ നിന്നിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും ചേരുന്നു. റഹീസ്, ഇന്ന് എന്തായിരുന്നു അവസ്ഥ? ശരിക്കും പക്ഷേ നാളെ കാര്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞോ ഇത് കര തൊടുമ്പോൾ? ഇന്ന് എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പ്രതീക്ഷിച്ച തരത്തിൽ തന്നെയാണ്. ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചിലയിടങ്ങളിൽ മഴയുണ്ടാകി. മറ്റ് എല്ലാ പ്രദേശങ്ങളിലും ചെറിയ തോതിലാണ് മഴ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ആരംഭിച്ചു. ശേഷം ഇടവേളകളിൽ കൃത്യമായി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയല്ല. ഏറ്റവും പ്രധാനം, ആദ്യമായി തമിഴ്നാട് സർക്കാർ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള ആദ്യ നിർദ്ദേശത്തിൽ തന്നെ സ്കൂളുകൾക്കുള്ള അവധി പറയുന്നു. ഒപ്പം പ്രത്യേകമായി പറയുന്ന ഒന്നുണ്ട്, അനാവശ്യമായി വീട്ടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന തരത്തിലേക്ക് ഈ മുന്നറിയിപ്പിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അത് തീർച്ചയായും ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് നാളെ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. തമിഴ്നാട് തീരം തൊടും. അപ്പോൾ അനാവശ്യമായി ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ചിലപ്പോൾ ആപത്ത് വിളിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ബീച്ചിലും പാർക്കിലും പ്രത്യേകമായി പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. IT കമ്പനികൾക്ക് ഉൾപ്പെടെ വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അവധി നൽകാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ അവധി നൽകണം എന്നുള്ള തരത്തിലേക്ക് മുന്നറിയിപ്പ് നീങ്ങുന്നു. അങ്ങനെ മുന്നറിയിപ്പിന്റെ സ്വഭാവം ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിൽക്കുന്നു. രണ്ടാമതായി ഈ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായി വന്നൊരു മുന്നറിയിപ്പിൽ 6 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. റെഡ് അലേർട്ട് ഒരു ജില്ലയിലും ഇല്ല. ഇത് 10 മണി വരെയുള്ള ഏതാണ്ട് ഒരു മണിക്കൂർ കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അതിനുശേഷം ഈ മുന്നറിയിപ്പ് മാറും. ശേഷം 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി മഴ അതിശക്തമാകും. നാളെ ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലെ തീരം തൊടും. അത് മഹാബലിപുരത്തിനും ഒപ്പം തന്നെ കാരക്കലിനും ഇടയിലായിരിക്കും. പുതുച്ചേരിയോട് ചേർന്നുള്ള പ്രദേശത്തായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കാരക്കലിന് അടുത്തേക്കുള്ളൊരു പ്രദേശത്താകും ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് നിലം തൊടുക. ശേഷം 60, 70, 90 കിലോമീറ്റർ വേഗതയിലേക്ക് ഈ കാറ്റിന്റെ വേഗത മാറും. നാളെ ഒരു ദിവസമാണ് സത്യത്തിൽ തമിഴ്നാടിന് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഈ തീരദേശ മേഖലകളിലൊക്കെയും കാറ്റ് ആഞ്ഞു വീശും. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ തന്നെ. ശേഷം അത് അതിശക്തമായി മാറും. ഒപ്പം തമിഴ്നാട്ടിൽ വ്യാപക മഴയുണ്ടാകും. അത് ഒരു 2-3 ജില്ലകളിൽ അതിശക്തമായ മഴയായി മാറും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എങ്കിലും ജാഗ്രത കൈവിടേണ്ടാത്ത നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുന്നു. മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ നിമിഷവും കൃത്യമായ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കാര്യങ്ങൾ അവർ കരുതുന്ന തരത്തിലേക്ക് തന്നെ മാറുകയാണ് എങ്കിൽ നാളെ കൊണ്ട് ഈ ഭീഷണി ഒഴിവാകും. SKN. ഓക്കെ, താങ്ക് യു റഹീസ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. മന്ത്രി സജി ചെറിയാൻ്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് കൊല്ലം SP സുരേഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചത്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്നു. ഷെഫീദ്.
നമസ്കാരം, പറയൂ. ഗുഡ് ഈവനിങ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആരായിരിക്കും ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയിലായിരുന്നു നമ്മൾ. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട പോലീസ് അടക്കം നടത്തിയിട്ടുള്ള ഇടപെടലിൽ ഹൈക്കോടതി ചെറിയ രീതിയിലുള്ള വിമർശനം കേൾക്കേണ്ട സാഹചര്യം വരുന്നത്. അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതുവരെയുള്ള അന്വേഷണത്തിന് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഡിഗ്നിറ്റി ഉള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ക്രൈംബ്രാഞ്ചിന് കൈമാറണം, കേസ് അന്വേഷിപ്പിക്കണം എന്ന ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ പാനലൊക്കെ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്ന് കൊല്ലം ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള സുരേഷ് കുമാറിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ആ ചുമതല നൽകാനുള്ള കാരണം, നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന്റെയും ചുമതല അത് സുരേഷ് കുമാറിന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കും ഇനി മന്ത്രി സജി ചെറിയാടിന്റെ മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ അന്വേഷണം നടത്തുക. ഇതിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ മൊഴി ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും, അതായത് കീഴ്ക്കോടതിയുടെ ഭാഗത്ത് നിന്നും ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിക്കണം, സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉത്തരവിറങ്ങിയാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നത് ചോദ്യം ചെയ്ത് മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നതായും ഹർജിയിൽ നടി ആരോപിക്കുന്നു. ഹർജിക്കാരിയുടെ നടപടിയെ WCC വിമർശിച്ചു. നടിയുടെ വാദം അപ്രസക്തമാണെന്ന് സുപ്രീം കോടതിയിൽ WCC നിലപാടെടുത്തു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ നടിയാണ് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നതായി നടി ഹർജിയിൽ വ്യക്തമാക്കി. താൻ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയത് സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരത്തിനു വേണ്ടി മാത്രമാണെന്നും നിയമ നടപടികൾക്കായി അല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി മനോവിഷമം ഉണ്ടാക്കുന്നുവെന്ന് നടി. കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും അതല്ല ഞാൻ അത് ഉദ്ദേശിച്ചിരുന്നത്. ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാനത് എഴുതി കൊടുത്തിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരായ നടിയുടെ ഹർജിക്കെതിരെ WCC സുപ്രീം കോടതിയെ സമീപിച്ചു. മൊഴികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ ഹർജി അപ്രസക്തമാണെന്ന് WCCക്ക് വേണ്ടി ഹാജരായ ഹരിപ്രിയ പത്മനാഭൻ വാദിച്ചു. ഹർജികളിൽ കക്ഷി ചേരാൻ WCC അപേക്ഷയും നൽകി. ഹർജികൾ അടുത്ത മാസം 10 പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. അച്യുതൻ, 24 ഡൽഹി. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ശ്രീകാന്ത് ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കസ്റ്റഡി മർദ്ദനം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ഹൈക്കോടതി പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമത്തിന്റെ സംരക്ഷണം അതുകൊണ്ട് തന്നെ ലഭിക്കില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. 24 ഫോളോ അപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ചട്ടവിരുദ്ധമായി പെൻഷൻ ലഭിക്കുന്നവരിൽ BMW കാർ ഉടമകളും സ്വന്തമായി ആഡംബര വസതിയുള്ളവരും. മലപ്പുറം കോട്ടക്കൽ നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ പെൻഷൻ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. സർക്കാർ ജീവനക്കാർ മുഴുവൻ സംശയനിഴലിൽ അല്ലെന്ന് ധനമന്ത്രി. തട്ടിപ്പ് അപമാനകരമെന്ന് MV ഗോവിന്ദൻ. 24 ബിഗ് ഇമ്പാക്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണത്തിന് അനുമതി. 90 ദിവസങ്ങൾക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞു. തിരൂർ സതീഷിന്റെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നത് ചോദ്യം ചെയ്ത് മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന ഹർജിക്കാരി പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നുവെന്നും പരാതി. കേസെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യം. നടിയുടെ ഹർജി അപ്രസക്തമെന്ന് WCC. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും
തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന പ്രവർത്തക സമിതി വിലയിരുത്തൽ. കോൺഗ്രസിന്റെയും ഇടത് ഇന്ത്യ സഖ്യത്തിന്റെയും പ്രകടനം പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കോൺഗ്രസ് തിരിച്ചുവരുമെന്നും പുനഃസംഘടന അനിവാര്യമെന്നും KC വേണുഗോപാൽ. പ്രിയങ്ക ഗാന്ധിയും രാഹുലും നാളെ കേരളത്തിൽ. നടൻ സൗബിൻ ഷാഹിറിന്റെ കൊച്ചി കലൂരിലെ വീട്ടിൽ പരിശോധന നടത്തി ആദായ നികുതി വകുപ്പ്. കള്ളപ്പണ ഇടപാടിന്റെ വിവരങ്ങൾ ലഭിച്ചതായി സൂചന. പറവ ഫിലിംസിൽ കോടികളുടെ നികുതി വെട്ടിപ്പ്. സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിലെ കൂട്ട അവധിയിൽ ജീവനക്കാരെ സംരക്ഷിച്ച് തഹസീൽദാരുടെ റിപ്പോർട്ട്. ജീവനക്കാർ അവധി അപേക്ഷ നൽകിയത് ചട്ടപ്രകാരമെന്ന ന്യായീകരണം. കൂട്ട അവധിയിൽ സേവനം ലഭിക്കാതെ മടങ്ങിയത് നിരവധി ആളുകൾ. അന്വേഷണത്തിന് ADM-ന് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി. ആലപ്പുഴയിൽ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിദഗ്ധ പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പ് നിയോഗിച്ച സംഘം. വീഴ്ചയ്ക്ക് ഡോക്ടറാണ് ഉത്തരവാദിയെന്ന് ലാബ് ഉടമ. പ്രതിഷേധ മാർച്ചിൽ ലാബിന്റെ ബോർഡ് തല്ലി തകർത്ത DYFI. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെയും വീണ്ടും പരാതി. നവജാത ശിശുവിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്ന് ആരോപണം. കേരളത്തെ ഭീതിയിലാക്കിയ കുറുവ മോഷണ സംഘത്തിന്റെ ഗ്രാമത്തിലേക്ക് 24 വാർത്താ സംഘത്തിന്റെ സാഹസിക യാത്ര. നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം പരമ്പര തുടരുന്നു. തസ്കര കൂട്ടങ്ങളുടെ ഇരുണ്ട നിയമങ്ങളെയും ശീലങ്ങളെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് രാത്രി 9:30 മണിക്ക് 24-ൽ. ബംഗാൾ ഉൾക്കടലിൽ ഫിൻജാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. നാളെ ഉച്ചയോടെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരതൊടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അതീവ ജാഗ്രത. 90 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുമെന്ന് മുന്നറിയിപ്പ്. ചെന്നൈയിൽ തീവ്ര മഴ മുന്നറിയിപ്പ് വന്നു. ശ്യാംകുമാർ ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നു. ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഇരുമ്പനം ട്രാക്കോ കേബിളിലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് സ്വദേശി ഉണ്ണി എന്ന ജീവനക്കാരനാണ് ആത്മഹത്യ ചെയ്തത്. 12 മാസമായി ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. റീൽസ് ചിത്രീകരിക്കാൻ ആഡംബര ബൈക്കിൽ അഭ്യാസം നടത്തിയ യുവാവിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശ്ശൂർ സ്വദേശി അമൽ പ്രസാദിൻ്റെ ലൈസൻസാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. കൊച്ചി കളമശ്ശേരിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലായിരുന്നു ഇയാളുടെ അഭ്യാസ പ്രകടനം. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാംകുമാർ പറയൂ. എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഈ അഭ്യാസ പ്രകടനം. ഈ യുവാവിന് ഒരു അബദ്ധം കൂടി പറ്റിയെന്ന് തോന്നുന്നു. കാരണം കളമശ്ശേരിയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇതറിയാതെയാണ് യുവാവും സംഘവും റീൽസ് ചിത്രീകരിക്കുന്നതിനായി BMW ബൈക്കിൽ ആ റോഡിലൂടെ, അതായത് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പണി തീരാത്ത ഭാഗത്ത് അതിവേഗത്തിൽ എത്തുകയും അവിടെ റൗണ്ട് എടുക്കുകയും ചെയ്തത്. ഈ സമയത്താണ് MVD അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലൂടെയായിരുന്നു ഈ ബൈക്ക് കടന്നുപോയത്. തുടർന്ന് MVD തന്നെയാണ് അവിടെ ഈ ബൈക്കിൽ എഴുന്നേറ്റ് നിന്ന് ഈ യുവാവ് ബൈക്ക് ഓടിക്കുന്ന ദൃശ്യം പകർത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ യുവാവിനെ വിളിച്ചു വരുത്തുകയും നിയമലംഘനം വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു. അതിനുശേഷം ഇന്ന് ജോയിന്റ് RTO യുവാവിന്റെ ലൈസൻസ്, തൃശ്ശൂർ സ്വദേശി അമൽ പ്രസാദ് എന്നാണ് ഈ യുവാവിന്റെ പേര്, ഇദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ നിയമലംഘനം നടത്തിയതിന് നിയമം എങ്ങനെ പാലിക്കണമെന്നതിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാനും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ 17 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതി. എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നാണ് വിമർശനം. ഇതിനിടെ ഇതേ കേസിൽ 7 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് തള്ളിക്കളഞ്ഞു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ഒറ്റ ഉത്തരവിലൂടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഓരോ പ്രതികളുടെയും പങ്ക് പരിശോധിക്കാതെയാണ് ഹൈക്കോടതി നടപടിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷ പരിഗണിച്ചതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ, അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA നൽകിയ ഹർജിയിൽ പ്രതികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 17-നകം മറുപടി നൽകാനാണ് നിർദ്ദേശം. അതേസമയം കേസിൽ 7 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി തള്ളി. പ്രതികൾക്കെതിരെ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നടപടി. ഹനീഫ, ഖാജ ഹുസൈൻ, മുഹമ്മദ് ഹക്കീം, അബ്ബാസ്,
ടി നൌഷാദ്, ടി ബഷീർ, അമീർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. കരുനാഗപ്പള്ളി കുലശേഖരപുരത്തെ CPM വിഭാഗീയത ഇന്ന് തെരുവിലായി. നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും നടത്തി. സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് CPM നേതൃത്വം അറിയിച്ചു. കരുനാഗപ്പള്ളി കുലശേഖരപുരം CPM ലോക്കൽ സമ്മേളനത്തിലാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച തെരുവുയുദ്ധം നടന്നത്. സമ്മേളനത്തെ നിരീക്ഷിക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ, മനസ്സിലായില്ലേ? പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ഞങ്ങൾ CPMന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ്. അതേസമയം ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K ഭരതരാജനും J മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്ത ലോക്കൽ സമ്മേളനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. CPM നേതൃത്വത്തിനെതിരെ പോസ്റ്ററും കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടി നേതൃത്വം കുറുവ സംഘമെന്നായിരുന്നു വിമർശനം. സേവ് CPMന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനിടയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രവർത്തകരുടെ തുടർച്ചയായ പരസ്യ പ്രതിഷേധം എങ്ങനെ നേരിടുമെന്നറിയാത്ത അവസ്ഥയിലാണ് CPMന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും. അതായത് സ്വജനപക്ഷപാതം, കൂടെ നിൽക്കുന്നവർക്ക് വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുന്ന പരിപാടിയാണുള്ളത്. നമ്മുടെ BK ബാലേന്ദ്രൻ, PR വസന്തനെ പോലുള്ളവർ ഇവിടെ കൈക്കൂലി മേടിച്ചുകൊണ്ട് മീനും കൊഞ്ചുമൊക്കെ മേടിച്ചുകൊണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ ചില തെറ്റായ നടപടിക്ക് കൂട്ടിയിരിക്കുന്നു. ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ കരുനാഗപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംഗങ്ങളുടെ പാർട്ടിക്കാരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ കരുനാഗപ്പള്ളി 1-2 നേതാക്കന്മാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ CPM സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ ചുമതലക്കാരായ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയാതെ പോയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടതിൽ ഉടൻ സംഘടനാപരമായ നടപടിയും ഉണ്ടായേക്കും. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കും. സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ പറഞ്ഞു. തെറ്റായ ഏതെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടാനാണ് സാധ്യത. അരുൺ രാജ്, 24 കൊല്ലം. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കാസർഗോഡ് കുട്ലുവിലെ പന്നി ഫാമിലെ മാലിന്യ കുഴിയിൽ വീണ് ഒരു തൊഴിലാളിക്ക് ദാരുണ അന്ത്യമുണ്ടായി. നേപ്പാൾ സ്വദേശി മഹേഷ് റോയിയാണ് മരിച്ചത്. 19 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഈ അപകടം ഉണ്ടായത്. ഇനി ആലപ്പുഴയിലേക്ക്. ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യ വിഭാഗം നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രികളിലും ലാബുകളിലും എത്തി ഇന്ന് പരിശോധന നടത്തി. മെഡിക്കൽ കോളേജിലെത്തിച്ച കുഞ്ഞിനെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധിച്ചു. സംഭവത്തിൽ ഇന്നും വിവിധ സംഘടനകൾ പ്രതിഷേധവും നടത്തി. തിരുവനന്തപുരത്ത് നിന്നും ആരോഗ്യ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയത്. പിന്നാലെ കുഞ്ഞിനെയും മാതാപിതാക്കൾ ആശുപത്രിയിലെത്തിച്ചു. കൊച്ചിന്റെ എല്ലാവിധ ട്രീറ്റ്മെന്റും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പേർട്ട് പാനൽ ചേർന്ന് വിലയിരുത്തൽ നടത്തിയ ശേഷമാകും വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. ഗർഭകാലയളവിൽ 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യങ്ങൾ കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലബോറട്ടറിയിലെയും ഡോക്ടേഴ്സിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ലാബ് റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നു എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിലയിരുത്തൽ. എന്നാൽ തെറ്റ് സംഭവിച്ചത് ഡോക്ടർമാർക്കെന്ന് ശങ്കേസ് ലാബ് ഉടമ ഡോക്ടർ മണികുമാർ. നമുക്ക് എന്താണോ ഡോക്ടർ കുറിച്ചിരുന്നത്, ആ കുറിച്ചത് എന്താണോ ആ റിപ്പോർട്ട് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഡോക്ടർക്ക് നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന്റെ മാതാവ് സുറുമി സ്കാനിംഗ് നടത്തിയ മിഡാസ് ലാബിൽ ഒരേ ഡോക്ടർ 2 പരിശോധനാ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായി ഒപ്പിട്ടുവെന്നതും കണ്ടെത്തി. ലാബിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സ്വകാര്യ ലാബുകളിലെ രേഖകളും വിദഗ്ധ സംഘം പരിശോധിച്ചു. അന്വേഷണത്തിൽ റിപ്പോർട്ട് ഡിസംബർ 3-നകം നൽകാനാണ് നിർദ്ദേശം. 24 ആലപ്പുഴ.
ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കടപ്പുറം സർക്കാർ വനിതാ ശിശു ആശുപത്രിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. ഗേറ്റ് അടച്ച പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലെ റോഡ് ഉപരോധിച്ചു. മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ അധ്യക്ഷ ബബിത ജെയിൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് സംഘം ഇന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റൊരു വാർത്തയിലേക്ക്. ക്രിസ്മസ് പുതുവത്സര അവധിക്ക് കേരളത്തിലേക്ക് എത്തേണ്ട ബംഗളൂരു മലയാളികൾക്ക് തിരിച്ചടിയായി KSRTCയുടെ നിരക്ക് വർധന. പതിവ് സർവീസുകളിൽ 50% കേരള RTC വർദ്ധിപ്പിച്ചത്. ഡിസംബർ 18 മുതൽ ജനുവരി 5 തീയതി വരെയുള്ള സർവീസുകളിലാണ് ഈ അധിക നിരക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ ഫ്ലെക്സി ടിക്കറ്റ് എന്ന പേരിൽ KSRTC നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സാധാരണയാണ്. എന്നാൽ 30% വരെയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിലെ പരിധി. ഇത്തവണയത് 50% ഉയർത്തി. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ 1300 മുതൽ 1800 രൂപ വരെയാണ് നിലവിലെ നിരക്ക്. ഡിസംബർ 18 ശേഷം 1700 മുതൽ 2800 രൂപ വരെ നൽകണം. എറണാകുളത്തേക്ക് 800 രൂപ മുതൽ 1200 രൂപ വരെയാണ് യാത്രയ്ക്ക് ആവശ്യം. എന്നാൽ ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിൽ 1200 മുതൽ 2000 രൂപ വരെ നൽകണം. കോഴിക്കോട് റൂട്ടിലും മറിച്ചല്ല സാഹചര്യം. 400 മുതൽ 600 രൂപ വരെ സാധാരണ നിരക്ക്. ഡിസംബർ 18 ശേഷം നിശ്ചയിച്ചിരിക്കുന്നത് 500 മുതൽ 1100 രൂപ വരെ. ട്രെയിൻ റിസർവേഷൻ കൃത്യമായി ലഭിക്കാത്തതും സ്വകാര്യ ബസ്സുകളിലെ കൊള്ളയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് KSRTCയും യാത്രക്കാരെ പിഴിയുന്നത്. കുടുംബമായി ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പോയി വരവിന് മാത്രം വലിയ തുക മുടക്കേണ്ടി വരും. എന്നാൽ നിവർത്തികേട് കൊണ്ടായിരിക്കണം ഡിസംബർ 20 ശേഷമുള്ള ദിവസങ്ങളിലെ സർവീസുകളിലെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനകം തന്നെ വിറ്റുകഴിഞ്ഞു. ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ്സുകൾ തോന്നുംപടി നിരക്ക് വർദ്ധിപ്പിക്കും. അതേപടി KSRTCയും തുടർന്നാൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകേണ്ട മെട്രോ നഗരത്തിലെ മലയാളികളുടെ കീശ കാലിയാകുമെന്നുറപ്പാണ്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. കേരള വിഷൻ അതിൻ്റെ കാര്യം ഒന്നുകൂടെ പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. കേരള വിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചാനലിൽ എത്തും. ആ ചാനലിൽ നിന്ന് നിങ്ങൾ ഏത് ബട്ടണിൽ പിന്നീട് റിമോട്ടിൽ വെല്ലമർത്തിയാലും നിങ്ങൾക്ക് 24 ലഭിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേരള വിഷനിലെ വരിക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങൾ കേരള വിഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു ചാനലിലാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾ ഏത് ബട്ടണിൽ അമർത്തിയാലും നിങ്ങൾക്ക് 24 ലഭിക്കും. അപ്പോൾ നമുക്കപ്പോൾ തന്നെ തുടരുക മറ്റൊരു വാർത്തയിലേക്ക്. ADM ആയിരുന്ന K നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്ന അന്വേഷണ സംഘം ആദ്യ മൊഴിയിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നില്ല എന്ന ജില്ലാ കളക്ടർ അരുൺ K വിജയൻ്റെ അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും മൊഴിയെടുത്തത്. ഇതിനിടെ TV പ്രശാന്തൻ്റെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല. കണ്ണൂർ ടൗൺ ACP TK രത്നകുമാർ, CI ശ്രീജിത്ത് കൊടേരി എന്നിവരാണ് ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. യാത്രയപ്പ് യോഗത്തിന് ശേഷം ഒരു തെറ്റുപറ്റിയെന്ന് ADM K നവീൻ ബാബു പറഞ്ഞതായും തന്റെ മൊഴിയുടെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും കളക്ടർ അരുൺ K വിജയൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും മൊഴിയെടുത്തത്. വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയ്ക്കും ഇതേ മൊഴി നൽകിയെന്നാണ് കളക്ടർ പറഞ്ഞത്. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടുപിന്നാലെ അരുൺ K വിജയൻ നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നില്ല. ഒക്ടോബർ 22 അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ ജില്ലാ കളക്ടർ വീണ്ടും ആവർത്തിച്ചു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് TV പ്രശാന്തൻ പരാതി നൽകിയിട്ടുണ്ടോ എന്ന മുസ്ലിം ലീഗ് നേതാവ് TN ഖാദറിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല. അപേക്ഷ മറുപടി നൽകാൻ പര്യാപ്തമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി. K നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ സൈബർ സെൽ പരിശോധിച്ചു. യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു വിളിച്ചത് അഴീക്കോട് സ്വദേശിയായ പ്രശാന്തിനെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കണ്ണൂർ. സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കം തടയാൻ ആദർശ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതോടെ സമസ്തയിലെ ഭിന്നത തുറന്ന പോരിലേക്ക് കടന്നു. 3.5 പതിറ്റാണ്ട് മുമ്പത്തെ പിളർപ്പിൻ്റെ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് ഒഴിവാക്കാനാണ് പുതിയ കമ്മിറ്റിയെന്നുമാണ് വിശദീകരണം. സമസ്യയുടെ പേരിൽ സംഘടന രൂപീകരിച്ചത് അച്ചടങ്ക ലംഘനമാണെന്നും നടപടി വേണമെന്നുമാണ് മറുവിഭാഗത്തിൻ്റെ വാദം. ഖാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നടത്തിയ പരാമർശം വിവാദമായിരുന്നു.
ഖാസിയാകാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പേരെടുത്തു പറയാതെയായിരുന്നു പരാമർശം. ഇതിനു പിന്നാലെയാണ് സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായത്. ഇരുഭാഗത്തെയും ഉന്നത നേതാക്കൾ തന്നെ തർക്കത്തിൽ ഇടപെട്ടെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ലീഗ് നേതാക്കളുടെ ആശീർവാദത്തോടെ പുതിയ സംഘടന. ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന അംഗങ്ങളുടെ സംഘടന. 1989 സംസ്ഥയിൽ ഉണ്ടായതുപോലുള്ള പിളർപ്പ് ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് വാദം. മുസ്ലിം ലീഗ് ഒരു പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് രണ്ട് സംഘടനകളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത് എന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുക, അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ പിളർപ്പോ അല്ലെങ്കിൽ ചേരിതിരിവോ അല്ല. ഇതാണ് വാദമെങ്കിലും മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കങ്ങളെ തടയലാണ് പുതിയ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ്. അതേസമയം പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത് അച്ചടക്ക ലംഘനമാണെന്നും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മുഷാവർക്ക് കത്ത് നൽകുമെന്നും എതിർവിഭാഗം പ്രതികരിച്ചു. സുന്നി ഐക്യത്തെ ഭയക്കുന്നതുകൊണ്ടാണ് പുതിയ സംഘടന രൂപീകരിച്ച് നീക്കങ്ങളെ ലീഗ് പ്രതിരോധിക്കുന്നത് എന്നും ഇവർ പറയുന്നു. 24 കോഴിക്കോട്. മിനി ബാബുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. മിനി ബാബു പറയുന്നത്, ഞാൻ ഓർത്തതേ ഉള്ളൂ താങ്കൾ എന്താണ് പെതുക്കുന്ന കാര്യം പറയാത്തതെന്ന്. അതുപോലെ സീന മുഹമ്മദ് പറയുന്നു, വീഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും അമർത്തുക, 24 ചെന്ന് വീഴും പിന്നെ എഴുന്നേക്കേണ്ടതെന്ന്. അപ്പോൾ ഒറ്റ പിതുക്കിന് 24 എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ശരണം സന്നിധാനം. ഇനി സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. 75,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ സന്നിധാനത്തെത്തിയത്. 9 മണിവരെ സ്പോട്ട് ബുക്കിംഗ് എടുത്തവരുടെ എണ്ണം 14,000 കടന്നു. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്തു നിന്നും തത്സമയം ചേരുന്നു. പറയൂ അഭിനന്ദ്. YS അഭിനന്ദ് നമുക്കൊപ്പം ചേരും. ഇന്ന് ഭക്തജന തിരക്കായിരുന്നു ശബരിമലയിൽ. ഒരുപാട് ഭക്തജനങ്ങൾ എത്തുകയും ചെയ്തു. എന്തായാലും കൃത്യമായി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നു. അഭിനന്ദ് പറയൂ. ഇന്നലത്തേന് സമാനമായി ശബരിമലയിൽ ഇന്നും തീർത്ഥാടന വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിവരെയുള്ള കണക്കുകൾ വരുമ്പോൾ ഏതാണ്ട് 76,261 തീർത്ഥാടകരാണ് ഇന്ന് രാവിലെ 3 മണിക്ക് ശേഷം നടന്നു തുറന്നതിന് ശേഷം ഇന്ന് ദർശനം നടത്തിയത്. ഇന്നലെ ഈ സമയം അപ്പോൾ അത് 80,000 കടന്നിരിക്കുന്നു. ഇന്ന് ദർശനം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 80,000 കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 14,090 പേരാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴിയും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയും ഏതാണ്ട് 76,000-ലധികം ആളുകളാണ് ഇന്നത്തെ ദിവസം മാത്രം ഇവിടെ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വലിയൊരു തീർത്ഥാടകരുടെ ഒഴുക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ അത് അഭിനന്ദനാർഹമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വരുമാനത്തിനുണ്ടാകുന്ന ഒരു വർധനവും ഇന്ന് ദേവസ്വം പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയത്ത് 12 ദിവസമായപ്പോൾ അത് 48 കോടി രൂപയായിരുന്നു വരുമാനമെങ്കിൽ ഇത്തവണ 63 കോടി രൂപയിലേക്ക് എത്തുന്നു. അതായത് 15 കോടി രൂപയുടെ അധിക വരുമാനത്തിലേക്ക് എത്തുന്നുവെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലേക്ക് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, അത് 80,000-ലേക്ക് എത്തിക്കണമെന്നുള്ളത്. അത് 70,000 തന്നെ മതി എന്നതാണ് ദേവസ്വം പ്രസിഡന്റ് നിലപാട്. അതിനെതിരെ ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഒരു ചെറിയൊരു വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം ഒരു വലിയൊരു വിവാദമായിട്ടില്ലെങ്കിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒഴുക്ക് തീർത്ഥാടകരുടെ ശബരിമല മണ്ഡലകാലം തുടങ്ങി ഇന്ന് 14-ാം ദിവസം എത്തുമ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചോളം ഏറ്റവും ചാരിതാർത്ഥ്യപരമായ ഒരു കാര്യം. SK അഭിനന്ദാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
കരുനാഗപ്പള്ളി കുലശേഖരപുരം CPM ലോക്കൽ സമ്മേളനത്തിലെ കയ്യാങ്കളിയിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം നാളെ കൊല്ലത്ത് നടക്കും. പരസ്യ പ്രതികരണങ്ങളിൽ നടപടിക്ക് സാധ്യതയുണ്ട്. അരുൺ രാജ് കൊല്ലത്തു നിന്നും ടെലിഫോണിൽ ചേരുന്നു. അരുൺ രാജ്, ഇന്നലെ കയ്യാങ്കളി നടന്ന കുലശേഖരപുരത്ത് ചില നടപടികൾ വരുന്നു എന്ന രീതിയിൽ വാർത്തകളുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കുലശേഖരപുരത്ത് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് കയ്യാങ്കളി അടക്കം നടന്നത്. എന്തായാലും 24 മണിക്കൂറിന് ശേഷം സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രത്യേക യോഗം നാളെ കൊല്ലത്ത് ചേരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടറി യോഗമായിരിക്കും ചേരുക. ഇതിനുശേഷം ഈ കരുനാഗപ്പള്ളി വിഷയത്തിൽ ആഴത്തിലുള്ള പരിശോധന പാർട്ടി നേതൃത്വം നടത്തും. എന്തായാലും സംസ്ഥാന നേതൃത്വത്തെ പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് കുലശേഖരപുരത്തെ കയ്യാങ്കളി എന്നാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ നടപടിയടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. എന്തായാലും നാളെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന യോഗത്തിൽ ഇരുവിഭാഗങ്ങളെയും വിളിച്ചു വരുത്തിയ ശേഷം ഇരുവരുടെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും നടപടിയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഒരു നടപടി ഉണ്ടായാൽ അത് സമ്മേളന കാലയളവിൽ അസാധാരണപരമായ നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാന സമ്മേളനം വിഭാഗീയതകൾക്ക് അതീതമായി പാർട്ടിക്ക് നടത്തേണ്ടത് കൊല്ലത്താണ്. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ CPM സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ വാർത്തകൾ കാണാതെ പോയ ആളുകൾക്കും ഇന്നത്തെ വാർത്തകൾ ഒന്നുകൂടി കാണാൻ താല്പര്യമുള്ള ആളുകൾക്കും വേണ്ടി പകൽ വന്നുപോയ വാർത്താപ്പകൽ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിരുട്ട് ഗ്രാമത്തിലെ ദുരൂഹതകളിലേക്ക് നീങ്ങാം. അപ്പോൾ വാർത്താപ്പകൽ ആദ്യം അത് കഴിഞ്ഞായിരിക്കും തിരുട്ട് ഗ്രാമത്തിൻ്റെ ദുരൂഹതകളുടെ അനാവരണം. വാർത്താപ്പകൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് കോതമംഗലം കുട്ടമ്പുഴവനത്തിൽ കാണാതായ 3 സ്ത്രീകളെയും പുറത്തെത്തിച്ചു. കണ്ടെത്തിയത് 6 കിലോമീറ്റർ ദൂരെ ഉൾവനത്തിൽ നിന്ന്. ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ വഴിതെറ്റിയെന്ന് മായ ജയനും പാറക്കുട്ടിയും ഡാർലി സ്റ്റീഫനും. രാത്രി കഴിഞ്ഞത് പാറക്കൂട്ടത്തിന് മുകളിൽ. തിരികെ എത്തിയവരെ സ്വീകരിക്കാൻ കാത്തുനിന്നത് ഒരു നാട് മുഴുവൻ. RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവെന്ന് സുപ്രീംകോടതി. 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ വീഴ്ചയുണ്ടായി. ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകമായി അന്വേഷിക്കണമായിരുന്നുവെന്നും കോടതി. കേസിൽ 7 PFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. പ്രതികൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ടെന്ന് നിരീക്ഷണം. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലും സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ സിസ തോമസിന്റെ നിയമനം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സംഘപരിവാറിനു വേണ്ടി ഗവർണർ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണെന്ന് MV ഗോവിന്ദൻ. ഗവർണറുടെ ലക്ഷ്യം കാവ്യവൽക്കരണമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അറസ്റ്റിലായതോടെ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത്. ബാലഭാസ്കറിന്റേത് കൊലപാതകമെന്ന് പിതാവ് KC ഉണ്ണി. മരണത്തിനു പിന്നിൽ അർജുനും സ്വർണ്ണക്കടത്ത് മാഫിയുമെന്ന് പിതാവ്. പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമനടപടി ആലോചിക്കും. അന്വേഷണത്തിൽ CBI സ്വാധീനത്തിന് വഴങ്ങിയെന്നും വിമർശനം. BJP സംസ്ഥാന ഘടകത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക്. സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് തരുൺ ചുഗ്. PK കൃഷ്ണദാസുമായും ശോഭാ സുരേന്ദ്രനുമായും ചർച്ച. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെയുണ്ടായ വിഭാഗീയതയിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. അല്പം മുമ്പ് ഞാൻ പറഞ്ഞ വാർത്തയിലേക്കാണ്. ഇരുമ്പനം ട്രാക്കോ കേബിളിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട്ടെ ഉണ്ണി എന്ന ജീവനക്കാരനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. 1 കൊല്ലമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഉണ്ണി വല്ലാത്ത വിഷമത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. നിതിൻ അമ്പുജൻ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഇരുമ്പനത്താണല്ലോ ഈ ആത്മഹത്യ നടന്നത്. ട്രാക്കോ കേബിൾസിൽ കഴിഞ്ഞ 1 കൊല്ലമായി ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പനത്തെ ട്രാക്കോ യൂണിറ്റിലാണ്. ഇവിടെയാണ് കോഴിക്കോട് സ്വദേശിയായ, കാക്കനാട് കഴിഞ്ഞ ഏതാനും നാളുകളായി താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ഉണ്ണി ഇവിടെ ജോലി ചെയ്തത്. കഴിഞ്ഞ 1 വർഷമായി, ഏതാണ്ട് 1 വർഷമായി ഇവിടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നെന്ന ആരോപണം തന്നെയാണ് ഇവിടുത്തെ സഹപ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഈ പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന വാദമൊക്കെ തന്നെ ട്രാക്കോ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു. പക്ഷേ ട്രാക്കോയ്ക്ക് 3 യൂണിറ്റ്, അതായത് ഒന്ന് ഇരുമ്പനം കൂടാതെ കണ്ണൂർ പിണറായി
പിണറായി, മറ്റൊന്ന് തിരുവല്ല. ഈ 3 സ്ഥലങ്ങളിലാണ് യൂണിറ്റ് ഉള്ളത്. ഈ യൂണിറ്റിലെ ജീവനക്കാരടക്കം കഴിഞ്ഞ കാലങ്ങളടക്കം പറഞ്ഞിരുന്നത് വലിയ സാമ്പത്തിക പ്രശ്നത്തിലൂടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ സഹപ്രവർത്തകർ പറയുന്നത്. ഞാനിപ്പോൾ ഉണ്ണിയുടെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. സമാനമായ ആരോപണം, അതായത് ഉണ്ണി കഴിഞ്ഞ ഏതാനും നാളുകളെ വലിയ മനോവിഷമത്തിലൂടെയാണ് കടന്നുപോയത്. ഉണ്ണിക്ക് 2 മക്കളാണ് ഉണ്ടായത്. ഒരു മകൾ UK പഠിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ശമ്പളം മുടങ്ങിയെ തുടർന്ന് ഇവർ മന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം നൽകിയ ഒരു ഉറപ്പ് വൈകാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കും, ശമ്പളമെല്ലാം തന്നെ മുടങ്ങാതെ ഉണ്ടാകും, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുമെന്ന ഉറപ്പാണ് നൽകിയത്. പക്ഷേ ആ ഉറപ്പ് പാഴ്വാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഉണ്ണി എന്നാണ് ഉണ്ണിയുടെ സഹപ്രവർത്തകരടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരോട് തന്നെ ചോദിക്കാം. ഉണ്ണി ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തത്. എന്താണ് ഉണ്ണിയുടെ സഹപ്രവർത്തകർ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ണിയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്നത്? ഉണ്ണിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വളരെ മനോവിഷമത്തിലായിരുന്നു. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വ്യവസായ മന്ത്രി ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് തരാം, ആ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള എല്ലാ സംവിധാനവും തരാമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു തിരുവല്ല യൂണിറ്റിൽ. ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ MD പറയുകയും ചെയ്തു, നിങ്ങൾക്ക് എന്ത് പാക്കേജ്, ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്ത് പാക്കേജ്, ഇവിടെ പാക്കേജ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തൊഴിലാളികളെ മനോവിഷമത്തിലാക്കുകയും ഉണ്ണിക്കും അതിന്റെ ഉണ്ണിനെ പോലുള്ള മറ്റുള്ള തൊഴിലാളികളെല്ലാവരും മാനസിക പരിഭ്രാന്തിയിലായിരുന്നു. ഉണ്ണിക്ക് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലും ഈ മരണത്തിന് കാരണമായിട്ടുണ്ട്. തികച്ചും മാനേജ്മെന്റിന്റെ ഈ MDയുടെയും ധിക്കാരപരമായിട്ടുള്ള ഈ പ്രവണത കൊണ്ടാണ് ഈ തൊഴിലാളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ പല തൊഴിലാളികളും ആത്മഹത്യാ ഭീഷണികളും മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ കൈമാറാൻ ധാരണയ്ക്ക് സ്ഥലമാണ്. അതിന് മുൻപ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഒരു പാക്കേജ് എല്ലാം തന്നെ ഉറപ്പ് നൽകുന്ന ഒരു സമീപനം മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പാഴ്വാക്കായിരിക്കും ഇന്നലത്തെ യോഗത്തോടുകൂടി. ഇന്നലത്തെ MDയുടെ ഈ പ്രസ്താവനയോടുകൂടി പാഴ്വാക്ക് പോലെയാണ് ഞങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്ന് ഉണ്ണി വിട പറഞ്ഞത്. ഉണ്ണിയെപ്പോലെ പല ഉണ്ണിമാരും നമ്മളുടെ ഈ തൊഴിലാളി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം മാനസിക വിഷമത്തിലാണ്. ഇത്ര വലിയ മാനസിക വിഷമത്തിലൂടെ ഉണ്ണി കടന്നുപോയതാണ് സഹപ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ 11 മാസമായി ശമ്പളം മൂടി കിടക്കുന്നു. മാത്രമല്ല ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്ന ആശങ്ക ഉണ്ണി പ്രകടിപ്പിച്ചു എന്നാണ് സഹപ്രവർത്തകരടക്കം പറയുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഈ ജീവനക്കാരടക്കം ഒന്നടങ്കം പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അമ്പജനാണ് ഇരുമ്പരത്തു നിന്നും നമുക്കൊപ്പം ചേർന്ന്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാത്തിരുന്ന പരമ്പര തുടരുകയാണ്, നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, തമിഴ്നാട്ടിലെ ഒരു തിരുട്ട് ഗ്രാമമല്ല, കുറേ തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. അതിൽ ചില തിരുട്ട് ഗ്രാമങ്ങളിലെ ആളുകൾ നേരെയായിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള കള്ളന്മാർക്ക് ചില നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് എപ്പോഴും അവരുടെ മോഷണം. സ്ഥലം ഏതായാലും അവരുടെ നിയമങ്ങളിൽ മാറ്റമില്ല. അറിയാം നമുക്ക് തിരുട്ട് ഗ്രാമത്തിലെ അലിഖിത നിയമങ്ങളെക്കുറിച്ച്, റാംജി നഗർ ഗ്യാങ്ങിൻ്റെ ഉള്ളറകളെക്കുറിച്ചും. കള്ളന്മാരാണെങ്കിലും മോഷണത്തിന്റെ കാര്യത്തിൽ ചില പ്രത്യേകതകളുള്ള വിഭാഗമാണ് റാംജി നഗർ കോളനിയിലെ കള്ളന്മാർ. പട്ടാളക്കാരെയും പോലീസുകാരെയും ഡോക്ടർമാരെയും മോഷണത്തിൽ നിന്ന് ഇവർ ഒഴിവാക്കും. ഗർഭിണികളായ സ്ത്രീകളെയും കുട്ടികളെയും മോഷണത്തിൽ നിന്ന് തീർത്തും ഒഴിവാക്കും. ഗ്രാമത്തിലെ അമ്പലത്തിലെ പൂജയ്ക്ക് ശേഷം മാത്രമാകും മോഷണത്തിനായി ഇവർ പുറത്തിറങ്ങുക. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ സ്വർണവും പണവും ഒഴിച്ച് എന്ത് രേഖകൾ കിട്ടിയാലും മോഷണത്തിന് ഇരയാക്കപ്പെട്ടയാൾക്ക് അത് തിരികെ എത്തിക്കുകയും ചെയ്യും. റാംജി നഗർ സംഘത്തിന്റെ മോഷണ രീതികൾക്കും ചില പ്രത്യേകതകളുണ്ട്. കൂട്ടമായി ഒരു സ്ഥലത്തെത്തി ആളുകളുടെ ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്നതാണ് പരമ്പരാഗതമായുള്ള ഇവരുടെ രീതി. മോഷണ വസ്തുക്കൾ നിമിഷങ്ങൾക്കകം സ്ഥലത്ത് നിന്ന് കൈമാറ്റം ചെയ്യപ്പെടും. പകൽ മാത്രം മോഷണം നടത്തുന്നവരാണ് റാംജി നഗർ സംഘത്തിലെ മോഷ്ടാക്കൾ. എന്നാൽ കുർവ സംഘത്തിൻ്റെ മോഷണ രീതിക്ക് ഉള്ള പ്രത്യേകത അവർ മുറിവേൽപ്പിച്ചോ കൊലപ്പെടുത്തിയോ മോഷണം നടത്തുമെന്നുള്ളതാണ്. ഒരാളെയും ശാരീരികമായി ഉപദ്രവിക്കില്ല എന്നുള്ളതും റാംജി നഗർ കള്ളന്മാരുടെ പ്രത്യേകതകളാണ്.
രാംജി നഗർ ഗ്യാങ് മോഷണത്തിനിറങ്ങുന്നത് ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ്. അയാൾക്ക് കീഴിൽ 10ഓ അതിലധികമോ ആളുകൾ ഉണ്ടാകും. ക്യാപ്റ്റൻ ഓരോരുത്തർക്കും വേണ്ട ജോലികൾ നിർദ്ദേശിച്ചു നൽകും. ഈ മോഷണം മുതൽ എടുക്കുന്നതിനും പ്രത്യേകമായി ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാകും. ഈ മോഷണത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്നതും ഈ മോഷണം നടത്തുന്നയാൾക്കാണ്. എപ്പുരാൻ എന്നാണ് ക്യാപ്റ്റനെ വിശേഷിപ്പിക്കുക. ഇവർക്കിടയിൽ തന്നെ മോഷണ സമയത്ത് ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കും. വല്ലടൈ എന്നാണ് ഈ മോഷണത്തിന് ഇവർ പറയുന്ന പേര്. ടക് ടക് സംഘം എന്നാണ് ഡൽഹിയിൽ രാംജി നഗർ ഗ്യാങ് അറിയപ്പെടുന്നത്. വാഹനത്തിന്റെ സൈഡ് ഗ്ലാസുകൾ കവണ വെച്ച് അടിച്ചു പൊട്ടിച്ച് ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്ന രീതിയാണ് ഡൽഹിയിൽ ഇവർക്കുള്ളത്. നേരത്തെ രാംജി നഗർ ഗ്രാമത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് സംഘത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതര ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു ക്യാപ്റ്റൻ മുന്നിട്ടിറങ്ങി മോഷണം നടത്തുന്നതാണ് രീതി. അത് ആളുകളെ തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ്. ക്യാപ്റ്റനാണ് ഗ്യാങ്ങിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ആരെങ്കിലും കേസിൽപ്പെട്ട് അകത്തായാൽ അവർക്ക് വേണ്ടി കേസ് നടത്തേണ്ടതും പൈസ ചെലവാക്കേണ്ടതും ക്യാപ്റ്റനാണ്. നേരത്തെ മോഷ്ടിച്ച മോഷണ മുതലിന്റെ ഒരു പങ്ക് ഇതിനായി ചെലവഴിക്കും. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും റിക്കവറിക്കായി എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആദ്യം സംസാരിക്കുക ക്യാപ്റ്റനുമായിരിക്കും. അതിനുശേഷം മാത്രമാണ് ഗ്രാമത്തിനകത്ത് പ്രവേശിപ്പിച്ച് മോഷണ വസ്തുക്കൾ കണ്ടെത്തി തിരികെ എത്തിക്കാനാകും. അങ്ങനെ നീളുന്നു രാംജി നഗർ ഗ്യാങ്ങിന്റെ പ്രത്യേകതകൾ. അതിസാഹസികമായി തിരുട്ട് ഗ്രാമത്തിലേക്ക് കയറി ചെന്ന് രാംജി ഗാങ്ങിൻ്റെയും വല്ലം ഗാങ്ങിൻ്റെയും ഉള്ളറ രഹസ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ശ്യാംകുമാറും വിഷ്ണു സുരേഷും തത്സമയം ഇപ്പോൾ ചേരുന്നു. പ്രൈം ടൈമിലെ നിങ്ങൾക്ക് സ്വാഗതം. ഈ ശരിക്കും ഇവർ കേസിലൊക്കെ അകപ്പെട്ടു പോയാൽ ഒരുപാട് കാലം ജയിലിൽ കിടക്കുന്ന രീതി ഇവർക്കുണ്ടോ ശ്യാംകുമാർ? എസ്കെൻ, ഇവർ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അധിക നാൾ ജയിലിൽ കിടക്കാറില്ല എന്ന് മാത്രമല്ല വളരെ വേഗത്തിൽ പുറത്തിറങ്ങുകയും ചെയ്യും. കാരണം ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറക്കേണ്ട വക്കീലിനെ വരെ തീരുമാനിച്ച് ആണ് അവർ അങ്ങോട്ട് എത്തുന്നത്. അതിനുവേണ്ടി എത്ര രൂപ ചിലവാകുമെന്നും ഇവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ തീരുമാനിക്കാറുണ്ട്. ആ പണത്തിനൊന്നും ഒരു തടസ്സവുമില്ലാതെ വക്കീലിനെത്തും, ജാമ്യക്കാരെത്തും, സാക്ഷികളെത്തും. അങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ വളരെ വേഗത്തിൽ ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ കൂടി ചെയ്തിട്ടാണ് അവർ മോഷണത്തിനായി എത്തുന്നത്. അവരുടെ കേസ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴും അത് വളരെ രസകരമാണ്. കാരണം കൂടുതൽ കാലം മോഷണ കേസിൽ അകത്ത് കിടന്നവരാരും ഇവരിലില്ല. മോഷണം നടത്തും, ജയിലിൽ പോകും, പുറത്തു വരും. അതും കൃത്യമായ ഇടവേളകളിൽ വക്കീലന്മാരൊക്കെ രാജ്യത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും എത്തും. അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മോഷണം നടത്തുകയും അവരെ പുറത്തിറക്കാൻ പുറത്ത് മറ്റൊരു സംഘം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും അധികം നാൾ ജയിലിൽ കിടക്കാറില്ല. എസ്കൈൻ. ഓക്കെ, വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, നിങ്ങൾ കണ്ട ഗ്യാങ്ങിൽ ഏറ്റവും കേരളത്തിൽ ഈ നടത്തിയ കുറുവാ സംഘമില്ലേ, അവരോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്? ഏത് സംഘത്തിനാണ് ഇവിടെ സാധ്യത? എസ്കെൻ, അത് ഉറപ്പായും വല്ലം ഗ്യാങ്ങും തിരുവമ്പേരൂർ ഗ്യാങ്ങുമാണ്. സന്തോഷ് ഉൾപ്പെടുന്ന തിരുവമ്പേരൂർ ഗ്യാങ്ങും വല്ലം ഗ്യാങ്ങുമാണ്. അത് കാരണം അവർക്കാണ് ഈ അക്രമ സ്വഭാവമുള്ളത്. മറ്റ് രാംജി നഗർ ഗ്യാങ്ങിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ അക്രമ സ്വഭാവമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം പറയുന്നുണ്ട്. കാരണം അവർ പകൽ മാത്രം മോഷ്ടിക്കുന്ന ആളുകളാണ്. രാത്രി വീടുകളിലേക്ക് എത്താറില്ല, ആയുധങ്ങൾ കയ്യിൽ കരുതാറില്ല, ഗർഭിണികളെ ഒഴിവാക്കും, അല്ലെങ്കിൽ വക്കീലന്മാരും അതോടൊപ്പം ഡോക്ടർമാരും പോലീസും താമസിക്കുന്ന വീടുകളിൽ മോഷണം നടത്താറില്ല. അപ്പോൾ അവർ വളരെ ആരെയും ആക്രമിക്കാത്ത രീതിയിൽ മോഷണം നടത്തുന്ന ആളാണ് രാംജി നഗർ. പക്ഷേ കേരളത്തിലേക്ക് എത്തിയ സംഘവുമായി ചേർന്ന് നിൽക്കുന്നത് വല്ലം ഗ്യാങ്ങും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തിരുവമ്പേരൂർ ഗ്യാങ്ങുമാണ്. അവർ എന്തിനും മടിയില്ലാത്ത ആളുകളാണ്. അവർ ആയുധം ഏന്തിയാണ് വീടുകളിലേക്ക് എത്തുക. കൃത്യമായ ഒരു 2 മണി 3 മണി സമയം കൊള്ളിച്ചാണ് അവർ എത്തുക. ഈ കേരളത്തിലും പ്രത്യേകിച്ച് ആലപ്പുഴയിലും പറവൂരിലുമൊക്കെ മോഷണ ശ്രമങ്ങളും മോഷണമൊക്കെ നടന്ന സമയവും ഏകദേശം 3 മണിയോടുകൂടിയാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരാണ്. ഈ തിരുവമ്പേരൂർ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ് ഈ പിടിയിലായ സന്തോഷ് എന്ന് തമിഴ്നാട് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ഇവരുടെ ഇടപെടലാണ്. കാരണം ഇവർ എന്തിനും മടിയില്ലാത്ത ആളുകളാണ്. കൊള്ളയ്ക്ക് വേണ്ടി കൊല ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണിവർ. ഇവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. രാംജി നഗർ ഗ്യാങ് അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ, അതായത് അക്രമ സ്വഭാവമുള്ള മോഷണങ്ങൾ നടത്താറില്ല. അവർക്ക് ഈ പണം മാത്രം മതി. അത് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുന്ന ഒരു ടീമാണ് അവർ. അങ്ങനെ ആയുധങ്ങളൊന്നും കരുതാറില്ല അവർ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഭീതിയോട് നോക്കിക്കാണേണ്ടത് ഈ വല്ലത്ത് നിന്ന് വരുന്ന ടീമുകളെയും അതോടൊപ്പം തന്നെ ഈ തിരുവമ്പേരൂർ ഗ്യാങ്ങിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ കുറുവാ സംഘം എന്നൊക്കെ വിളിക്കുന്ന അവരെയാണ്. എസ്കെൻ.
ശ്യാംകുമാർ, നമ്മളിപ്പോൾ ഈ പരമ്പര സംപ്രേഷണം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ 14 പേരിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ സന്തോഷ് സെൽവൻ മാത്രമേ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളൂ. 13 പേരും പുറത്തുണ്ട്. ഇവരിൽ ആരെങ്കിലും നമ്മുടെ ഈ പരമ്പര കണ്ടിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചോ? SKN അതിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പകൽ സമയത്ത് പൂർണ്ണമായും എവിടെയെങ്കിലും കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ ഈ ആക്രി വിറക്കാൻ പോവുകയോ അങ്ങനെ സ്ഥലങ്ങൾ കണ്ടുവെക്കുന്നതിനുള്ള ജോലി ചെയ്യുന്ന ഒരു ടീമാണ് ഈ കുറുവാ സംഘവും തിരുവമ്പേരൂർ ഗ്യാങ്ങും ഒക്കെ, പ്രത്യേകിച്ച് വല്ലം സംഘം ഉൾപ്പെടെയുള്ളവർ. അവർ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ സന്തോഷ് പിടിയിലായിട്ടുണ്ടെങ്കിൽ പോലും അവർ ഈ കൊച്ചിയിൽ നിന്ന് നേരത്തെ തമിഴ്നാട് പോലീസ് തന്നെ പറഞ്ഞത് 13-14 പേർ ആ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾ പിടിയിലായാലും അവർ അവിടെ നിന്ന് പോകുമെന്ന് കരുതാനും വയ്യ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ സംഘം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണവും പരിശോധനയുമൊക്കെ കർശനമായതിനാൽ അവർ ഇരിക്കുകയായിരിക്കും. ഏറ്റവും നല്ല സമയം നോക്കി അവർ സ്വാഭാവികമായും കണ്ടുവച്ചിരിക്കുന്ന വീട്ടിൽ കയറുകയും മോഷ്ടിക്കുകയും ചെയ്യും. അത് നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറുന്ന ഒരു സമയത്ത്, പോലീസ് ഉൾപ്പെടെ രാത്രികാല പരിശോധനകളൊക്കെ കുറയ്ക്കുന്ന ഒരു സമയത്തായിരിക്കും അതിനുള്ള ശ്രമം. പക്ഷേ അവർ ഒരിക്കലും വന്ന ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങുന്ന ഒരു സംഘമല്ല. അത് തമിഴ്നാട് പോലീസ് അവരുടെ അനുഭവത്തിൽ നിന്നും പല സംസ്ഥാനങ്ങളിലുള്ള കേസുകളിൽ നിന്നുമൊക്കെ കണ്ടെടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അത് തെളിവുകളാണ്. തമിഴ്നാട് പോലീസ് ക്രൈം റെക്കോർഡുകൾ സഹിതമാണ് നമ്മളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏതായാലും ഈ സംഘത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവർ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഈ 13 പേർ ഈ വാർത്തയോ ഇങ്ങനെ അവരെക്കുറിച്ച് വാർത്തകൾ പരക്കുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ ഇവിടെ ഈ നാട്ടിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നത് അവരെ നിരന്തരം പിന്തുടരുന്ന തമിഴ്നാട് പോലീസാണ്. അവർ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല. പോയിരുന്നെങ്കിൽ അവരുടെ നാട്ടിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞേനെ എന്നുള്ളതും തമിഴ്നാട് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ ആ സംഘം ഉണ്ട് എന്നുള്ളത് നമുക്കൊട്ടും ആശ്വാസം നൽകുന്ന ഒരു വസ്തുതയല്ലേ SKN? ഈ കുറുവ സംഘത്തിലെ മോഷ്ടാക്കൾ അവരുടെ രീതി അനുസരിച്ച് അവരൊരിക്കൽ പിടിക്കപ്പെട്ട് പോലീസിലൊക്കെ ആയി ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടവേള ഇടുന്ന സ്വഭാവമുണ്ടോ, അതോ തുടർച്ചയായി മോഷണം നടത്തുന്ന രീതിയാണോ അവർ അവലംബിക്കുന്നത്? SKN അവർ തുടർച്ചയായി മോഷണം നടത്തുന്ന രീതി തന്നെയാണ്. കാരണം ഇപ്പോൾ സന്തോഷിന്റെ പേരിൽ ഏകദേശം 25-ലധികം കേസുകളുണ്ട് എന്നാണ് കേരള പോലീസ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ 25 കേസുകൾ ഉണ്ടെങ്കിൽ അയാൾ ചില കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും മോഷണം നടത്തുന്ന രീതിയാണ് അയാൾ സ്വീകരിക്കുന്നത്. സമാനമാണ് മറ്റു കുറുവ സംഘങ്ങളുടെയും കാര്യം. ഇവർ മോഷണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കുറുവ സംഘാംഗങ്ങളെ തന്നെ നിരവധി തവണ പിടികൂടുന്ന സാഹചര്യം കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാടിന് പുറത്ത് കർണാടകയിലടക്കം സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കേസിൽ പിടിയിലായ ആൾ തന്നെ 2 മാസത്തിനപ്പുറം മറ്റൊരു കേസിൽ വീണ്ടും പിടികൂടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മോഷണം അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. അവർ കൃത്യമായി സ്ഥലം സ്പോട്ട് ചെയ്ത് വെക്കുകയും കണ്ടെത്തി പോവുകയും പിന്നീട് രാത്രി മോഷ്ടിക്കാൻ വരികയും അത് മോഷണം നടത്തി പോവുകയും ചെയ്യും. ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ കുറുവ സംഘം മോഷ്ടിക്കാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ മോഷണം നടത്തുമെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. അവർ ഒരു മോഷണ ശ്രമത്തിൽ അത് ഒതുക്കി പോകില്ല. ആ വീട്ടിലേക്ക് എത്തുന്നു, ആ വീട്ടിൽ എന്താണോ അവർ ഉള്ളത് അത് മോഷ്ടിച്ച് കടന്നു കളയും. ഒരിക്കലും ശ്രമത്തിൽ ഉപേക്ഷിക്കില്ല എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. ഇത് തന്നെയാണ് ഈ എറണാകുളം റൂറൽ പോലീസിന് അല്പം സംശയം ഉണ്ടാക്കുന്നത്. ഈ വടക്കൻ പറവൂരിൽ മോഷണ ശ്രമങ്ങൾ മാത്രമാണ് എത്തിയത്. പക്ഷേ അവരുടെ വേഷവിധാനങ്ങൾ കുറുവ സംഘത്തോട് സമാനമായ രീതിയിലാണ്. അപ്പോഴും ഇവരെന്തുകൊണ്ട് ഇവിടെ മോഷണ ശ്രമം മാത്രമാണ് നടന്നത്. അതുകൊണ്ട് ഒരു മോഷണ ശ്രമമായതുകൊണ്ടാണ് എറണാകുളം റൂറൽ പോലീസും ഈ വടക്കൻ പറവൂരിൽ വന്നത് കുറുവ സംഘമാണോ എന്ന് സ്ഥിരീകരിക്കാനാവാത്തത്. കുറുവ സംഘമാണെങ്കിൽ സ്ഥലത്തെത്തി അവർ മോഷണം നടത്തിയിരിക്കും. ഇപ്പോൾ സന്തോഷ് തന്നെ ആ വീട്ടിലെത്തി മാല പൊട്ടിച്ച് കൊണ്ടാണ് പോയത്. അവിടെ ഒരു ശ്രമത്തിൽ ഒതുക്കി നിർത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. ആ ഇടവേളകളില്ലാതെ തുടർച്ചയായി കേസിൽ പെട്ടാലും പുറത്തിറങ്ങിയാൽ മോഷണം തന്നെയാണ് ഇവരുടെ തൊഴിൽ. മറ്റ് തൊഴിലുകളൊന്നുമില്ല. രാവിലെ ഏത് ഭൂപ്രകൃതിയോടും ചേർന്നിരിക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പോൾ സന്തോഷിനെ പിടികൂടിയ ഘട്ടത്തിൽ അയാൾ ഒരു ചെളിക്കുണ്ടിൽ, അന്നങ്ങോട്ടും മനുഷ്യർക്കാർക്കും അല്ലെങ്കിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ചെളിക്കൂനയിലാണ് അയാൾ ഒളിച്ചിരുന്നത് എത്രയോ മണിക്കൂറുകൾ. അപ്പോൾ അങ്ങനെ ഈ ഭൂപ്രകൃതിയുമായെല്ലാം ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് മോഷണം അവർക്ക് തുടർക്കഥയാണ്. അവർക്ക് ഒരു അവരുടെ ജീവിതോപാധി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു കാര്യം തന്നെയാണ് അവർക്ക് മോഷണം. SKN ശ്യാംകുമാർ, ഒരു കാര്യം കൂടി, ഈ കുറുവ സംഘത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ പ്രാദേശിക മോഷ്ടാക്കൾ, നമ്മുടെ ലോക്കൽ കക്ഷികൾ ഇവർ കുറുവയാണെന്നുള്ള ഭീതി പടർത്തി മോഷണം നടത്തുന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും SKN ഈ സാഹചര്യം മുതലെടുത്ത് ലോക്കൽ കള്ളന്മാർ കുറുവയുടെ പേരിൽ ഇറങ്ങുന്നു എന്നുള്ളത് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്
കൊച്ചിയിൽ തന്നെ അത്തരത്തിൽ 2-ലധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു മോഷണം കൊച്ചിയിൽ നടന്നിരുന്നു. ഏതായാലും പ്രാദേശിക കള്ളന്മാരെ കൃത്യമായിട്ട് കേരള പോലീസിന്റെ കയ്യിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ SK നേരത്തെ ചോദിച്ച പോലെ ഈ സംഘത്തിൽപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം ഇടക്കൊച്ചിയിലും അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഒരു സ്ത്രീ ആയിട്ടുള്ള മോഷ്ടാവാണ്. മാല പൊട്ടിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിൽ ശ്രദ്ധ തിരിച്ച് മാല പൊട്ടിച്ചുകൊണ്ട് പോയ ആളാണ്. അവരെ സേലം സ്വദേശിയാണ്. സേലത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മളുടെ പള്ളുരുത്തി പോലീസ് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. 5.5 പവന്റെ മാലയാണ് ഒരു 75-കാരിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് പോയത്. അവരെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഇവിടെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോക്കൽ കള്ളന്മാർ നല്ല അവസരമാണെന്ന് കരുതി ഇപ്പോൾ ശരിക്കും അത് മുതലെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് കൂട്ടിയിട്ടുണ്ട്. കുറുവയുടെ പേരിൽ അവരെ പോലെ വസ്ത്രത്തിലും മറ്റുമൊക്കെ അനുകരിച്ചുകൊണ്ടുവന്ന് വീടിന്റെ പരിസരങ്ങളിൽ ഭീതി വിതച്ച് പോവുകയും അവസരം കിട്ടിയാൽ മോഷ്ടിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ലോക്കൽ കള്ളന്മാരുടെ ലക്ഷ്യം. പക്ഷേ ലോക്കൽ കള്ളന്മാർക്ക് അധികം ഇതുപോലെ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ജയിലിലേക്ക് പോകുമെന്ന് തന്നെയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ് ആൻഡ് താങ്ക് യു ശ്യാംകുമാർ. ഈ കുറുവ മോഷ്ടാക്കളെ കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടി ഈ ഞായറാഴ്ച നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൻ്റെ മറവിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി നമ്മളെ ആശങ്കയുടെ മുൾമുലയിൽ നിർത്തുന്ന ഈ മോഷ്ടാക്കളും ഈ പ്രാദേശിക മോഷ്ടാക്കളും ഒക്കെ തന്നെ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക പരിപാടി ഞായറാഴ്ച നമ്മൾ സംപ്രേഷണം ചെയ്യും. അതിൽ ഈ സാഹസികമായി ഇവർ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളും ഒക്കെ ഉണ്ടാകും. ഇനി നമുക്കൊരു കുഞ്ഞ് ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും വാർത്തകളും. കേരളം നാളെ, അത് കഴിഞ്ഞാൽ വാൽകഷ്ണം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. ഒരു തമാശയ്ക്ക് ഷബീർ മണ്ണാർക്കാടിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം ഞാൻ വായിക്കാം. ബൈ ദ ബൈ, വീട്ടിൽ വന്ന് മാല മോഷ്ടിച്ചിട്ട് പോകുമ്പോൾ ഏത് കുറുവയാണെന്ന് കൂടി അവരോടൊന്ന് ചോദിച്ചാൽ കത്തായിരിക്കും. അപ്പോൾ കുറുവ പലതുണ്ടല്ലോ. ന്യായമായ കാര്യമാണ് ഷബീറെ. ആദ്യം ഇവിടെ പരീക്ഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കേരളം നാളെ. കൊടകര കുഴൽപ്പണക്കേസിൽ 24 വെളിപ്പെടുത്തൽ നടത്തിയ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. നാളെ രാവിലെ 11 മണിക്ക് തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് മൊഴിയെടുക്കുക. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാളെ കേരളത്തിലുണ്ട്. തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിൽ ഇവർക്ക് സ്വീകരണം നൽകും. വയനാട് ജില്ലാ വികസന സമിതി യോഗം നാളെ. കൽപ്പറ്റ കളക്ടറേറ്റിലെ APJ ഹാളിലാണ് യോഗം. അന്താരാഷ്ട്ര ഹോമിയോപ്പതി കോൺഫറൻസ് നാളെയാണ്. തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വയനാട് വെള്ളമുണ്ട ഇലക്ട്രിക്കൽ സെക്ഷനിലെ വിവിധ ഇടങ്ങളിൽ നാളെ രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 5:30 വരെ വൈദ്യുതി മുടങ്ങും. പനമരം KSEB സെക്ഷനിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനി കാണാം വാൽകഷണം. CPM-ന്റെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നു. സേവ് CPM എന്നെഴുതിയ പ്ലക്കാർഡുമേന്തിയാണ് പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രവർത്തകരെ പാർട്ടി രക്ഷിക്കുമോ, പാർട്ടിയെ പ്രവർത്തകർ രക്ഷിക്കുമോ? കാണാം M. അഫ്സലിൻ്റെ വാൽകഷ്ണം. കുറുവ സംഘത്തെ സൂക്ഷിക്കുക എന്നും പറഞ്ഞ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു പോസ്റ്റർ. കുറുവ സംഘം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പോസ്റ്ററിൽ ഇവിടുത്തെ ചില CPM-ന്റെ നേതാക്കന്മാരുടെയൊക്കെ പേരുണ്ട്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് CPM-ന്റെ കുലശേഖരപുരത്തെ ലോക്കൽ സമ്മേളനം നടക്കുന്നിടത്ത് ഒന്ന് പോയി. ലോക്കൽ സമ്മേളനമാണോ അതോ ഗുസ്തിയാണോ നടക്കണതെന്ന് സംശയിച്ചു പോയി. അമ്മാതിരി പരിപാടിയാണ് അവിടുന്ന് കണ്ടത്. വനിതാ സഹാക്കൾക്ക് മാനം മര്യാദയായിട്ട് അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ തല്ലൊന്ന് തടുക്കാൻ അവിടെ നേതാക്കന്മാരും ഇല്ലേ? നേതാക്കളെ അവരെ കണ്ടില്ലേ തിട്ടൂര്, അവരതിന്റെ കൂട്ടിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന്. സംഭവം ഈ ലോക്കൽ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനൊരു അജണ്ട പതിവില്ലാത്തതാണ്. പക്ഷെ കുലശേഖരപുരത്ത് ചില അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയാണ്, ഞാൻ സമ്മേളന പ്രതിനിധിയല്ല. അല്ല, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളെ തീരുമാനിക്കാനേ ഒരു മാനദണ്ഡം ഇല്ലേ? അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ. മനസ്സിലായില്ലേ? പെണ്ണുപിടുത്തക്കാരുടെ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം. ലോക്കൽ സമ്മേളനത്തിൽ എഴുതി വെക്കാത്ത ഒരു നടപടി
അവിടെ നടന്നു. അതായത് ലോക്കൽ സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ സംസ്ഥാന നേതാക്കളെ പൂട്ടിട്ടുത്രേ. കൊല്ലം ജില്ലയിലെ 3154 പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളും ഐക്യത്തോടെ പൂർത്തീകരിച്ച് സംഗതി നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. പിന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയായി പരിപാടി. മനുഷ്യനാകണം മനുഷ്യനാകണം. ഈ പാർട്ടിനെ പറ്റി നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ലാന്ന് അന്ന് മൂപ്പര് പറഞ്ഞപ്പോൾ എല്ലാവരും മൂപ്പരെ കളിയാക്കി. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പാർട്ടിനെ പറ്റി ആർക്കും ഒരു ചുക്കും അറിയില്ലാന്ന്. കേരളത്തിൽ ഇപ്പോഴും ചില മേഖലകളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം സാധാരണ ഈ ലോക്കൽ സമ്മേളനത്തിനൊക്കെ പോകുന്നവർക്ക് ഒരു ബാഗ്, പിന്നെ ഒരു ബാഡ്ജ്, പിന്നെ ഭക്ഷണം, പേന, ഒരു ലെറ്റർ പാഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കൽ. പക്ഷെ ഇനി മുതൽ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് കിട്ടുകയെന്ന് പാർട്ടിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുലശേഖര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും രണ്ടും തമ്മിൽ ഞങ്ങൾ വറചട്ടി നീയാടി എരുതിയിലോട്ട് വീണ അവസ്ഥയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. പരാതിയോട് പരാതി. പിന്നെ പിൻവാതിൽ നിയമനത്തിന്റെ പ്രശ്നം സഹിക്കാൻ പറ്റണില്ല. അത്രേ സെക്രട്ടറിയുടെ പണി എന്താ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുലശേഖരവർദ്ധം NS-ന്റെ മണ്ണിൽ 3 പേർക്ക് വീട്ടിൽ തന്നെ ജോലി കൊടുത്തു. ഇദ്ദേഹം പെൻഷനായി പോയി. ഇല്ല, ഇദ്ദേഹത്തോടെ ജോലി ഒപ്പിച്ച് ഒരു രാജകസേര കിടന്ന് സ്വയം ഇക്കിളിട്ട് അവിടെ കിടന്ന് ചിരിച്ചേനെ പുള്ളി. അതാണ് നമ്മുടെ LC സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഇങ്ങനെ സഹികെട്ട് കുറച്ച് സഖാക്കൾ കൂടിയിട്ട് പ്രകടനമായിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിക്ക് പോയി. വീണ്ടും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കയ്യിൽ കരുനാഗപ്പള്ളി പാർട്ടിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രതിഷേധമറിയിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ മെമ്പർഷിപ്പിലും പാർട്ടിയുടെ മറ്റു പല ഘടകങ്ങളിലും ഇരിക്കുന്ന ആൾക്കാർ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ട് ആ വിവരം ധരിപ്പിക്കാൻ വന്നപ്പോൾ പ്രകടനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയെങ്കിലും സ്വാധീനമുള്ള സഖാക്കളും സ്വാധീനം ഇല്ലാത്ത സഖാക്കളും തമ്മിലുള്ള ഒരു പോരാട്ടമായതുകൊണ്ട് പോലീസ് ഓഫീസിന് മുമ്പിൽ വെച്ച് ഈ സഖാക്കളെ തടഞ്ഞു. അവസാനം സഖാക്കൾ എല്ലാവരും കൂടെ റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇത് റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തല്ല, സ്വന്തം പാർട്ടിയിലെ ചില സഖാക്കളെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്താണ്. അപ്പോൾ എല്ലാതും ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നവർ ആദ്യം സ്വന്തം പാർട്ടിയിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.